ഗായ്സ് പുതിയ വണ്ടി എടുത്തു. ആരാണെന്ന് ഗസ്റ്റ് ചെയ്യോ? സ്വന്തം കാറ്റിലാണ് വണ്ടി എടുത്ത് പോകുന്നു. ഇതാ കാജിന ഇത് പോകുന്നു. ഈ എണ്ണല്ലേ പോകുന്നു ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ത്യ കാജിന് ചെലവിനാണ് പോകുന്നത്. അപ്പൊ അവിടെ തീരെ കാണാം. മറ്റേ എന്തെങ്കിലും മലയാളത്തില മാപ്പിളപ്പാട്ടിടാം. അങ്ങനെ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തു. ഇതാ റെസിനോണ്ട് പോവാണ്. കാജൊക്കെ ഒറ്റക്കാ വണ്ടി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര ഹെവി ആയിട്ടാണ്. കാജ കഷ്ടപ്പെടുന്നുണ്ട് ആ വണ്ടി കൊണ്ട്. മുമ്പ് കിടണ്ട. അപ്പോൾ ഞങ്ങള് ഇപ്പൊ എവിടെ എത്തിന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇയാൾ അറിയെങ്കിൽ ഒന്ന് ഗസ്റ്റ് ചെയ്യട്ടോ. ഓക്കെ, എന്ത് പറയണ്ടോ? ഒന്നും പറയാനില്ല. നമ്മളിന്ന് കാജിന് ചെലവിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. അതെ, അപ്പോൾ ചെലവ് തരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നോക്കിയിട്ട് കണ്ടിട്ട് അതിന് മട്ടം പോലെ നമുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നത് പോലെ നമ്മൾ എന്തോ ഒരു ഡിസ്കഷൻ നടക്കണ്ടേ, ചെലവ് കൊടുക്കണോ കൊടുക്കണ്ട വെച്ചിട്ട്. ഇവനൊരു മണ്ടനാണ് കാലങ്ങളായിട്ട്. പൊട്ടനാണെന്നാണ് പറയുന്നത്. പൊട്ടനാണത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെ കാജൊക്കെ അവിടെ എത്തിട്ട് തൃപ്തിയില്ല. അപ്പോൾ കാജ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്. എന്താണ് കാജ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടെയാണോ അതോ അവിടെയാണോ കൂടുതൽ സ്ഥലം? എന്തായാലും കാജ വണ്ടി തിരിക്കാണ്. ഇതാരാന്ന് ഗസ്റ്റ് ചെയ്യും? ഇതാണ് റഷ്യൻ. ഇത് വലിയ റഷ്യൻ, ചെറിയ റഷ്യൻ. ചെറുതത്, ഇത് വലത്. കാജ തിരിക്കുന്നു. മാറിക്കേ. കാജ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നു. കാജ ഓമ്പി. കാജ് ഇവിടെ നിർത്തി. ഒട്ടരായിരുന്നു ഞാൻ പാട്ടു പാടാൻ അറിയാതെ. അങ്ങനെ കാജ വീണ്ടും അവിടെ ഒരു സ്ഥലം കണ്ടു. പക്ഷെ അവിടെ തന്നെ അയാൾ നിർത്തിയിരിക്കുന്നു. കാജ വീണ്ടും പൊട്ടനായിരിക്കുന്നു. ഇനി കാലിടാൻ പറ്റിയ സ്ഥലം അത് തന്നെയാണ്. അതെ 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 അതെ. ഇപ്പം പറയുന്ന ഒരു തട്ടമിട്ട മൊഞ്ചത്തെ അവിടെ നിന്ന് വരുന്നുണ്ട്. അതാരായിരിക്കും? അതാണ് ഗായ്സ് കാജിന്റെ പെണ്ണ്. ഗായ്സ് oh she looks so beautiful. വേമ്പാ. കാജ രണ്ടാം വട്ടം അങ്ങനെ പൊട്ടനായിരിക്കാണ്ട് അവിടെ തന്നെ വെച്ചിരിക്കുന്നു. എന്നാ പറഞ്ഞോ? കാജ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഒറ്റ കാര്യം പറയാനുള്ളൂ. കാജയുടെ വണ്ടിയാണ് ഹോണ്ട CBRS. ഇതാണത്. കാജയ്ക്ക് എന്തായി? വണ്ടിയായി, പെണ്ണായി, പിന്നെന്തായി? വേറെ സെപ്റ്റോന്നൊരു സാധനം ഓർഡർ ചെയ്തു. എന്താ പറഞ്ഞില്ല, ഇങ്ങനെ ഇത്ര പോകുന്നൊരു സാധനമാണ്. പിന്നെന്താ നമുക്കറിയില്ല. പഠിച്ചോനാണ്. പിന്നെന്തോ തൊട്ട് നോക്കി മണ്ടൻ. ഈ മണ്ട തൊട്ട് നോക്കിക്കാണ്ട് കുറെ നേരം കാക്കി നോക്കി. അതിനെന്തൊക്കെ വരുന്നുണ്ട് അറിയാണ്ട്. ഇന്നിവിടെ വലിയൊരു ഇവന്റ് നടക്കണ് ഗൈസ്. നിർത്തിയാണ് മറ്റേ സാധനം. എന്താ പറയാ? ഹാരി പോട്ടർ. ഹാരി പോട്ടർ അല്ല, സെലിബ്രിറ്റി ഒക്കെ വിളിച്ചാണ് നമ്മളെ. അതെ അതെ, അത് ഇനാഗുറേഷൻ ബൈ കാജ മൊയ്നുദ്ദീൻ CBRS. ഫുൾ ചെലവ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ചെലവ് ചെയ്യുന്നത്. എന്ത് തിന്നു എന്നാ അടിച്ചു പൊളിക്കാം നമ്മള്. അതാ ഈ വണ്ടി നമുക്കാണെന്നാണ് കാജ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഡിയോ ഉണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇനി ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യട്ടെ. കായന്തി പറയണ്ടി പറഞ്ഞോ? ഓക്കെ. ഫോഗിന്റെ ഒക്കെ നൈസാണ്. ഇതെന്താണ്? അമീദിന്റെ ബീട്രൂട്ട്. അതെ, അടിപൊളി. പൊരിന്നുണ്ടാക്കുന്നത് പറയണത്. അടിപൊളിയാണ് സാധനം. കണ്ടോ? പല ഐറ്റം സാധനങ്ങളുണ്ട് ഇവിടെ. സ്പ്രേണ്ട്, അതിന്റെ ഇതിന്റെ എല്ലാം ഉണ്ട്. കായ നോക്കണ്ട്, പക്ഷെ എന്തോ വാങ്ങുമെന്ന് അറിയില്ല.
ഓക്കെ, അപ്പൊ ഇനി ഉള്ളിൽ പോയിട്ട് കാണാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞത്. അതെ, ഞങ്ങൾ KFC ഓർഡർ ചെയ്തേ. KFC ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് ആയി. ഇനി 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഓരോ പീസ് വെച്ച് ഞങ്ങൾക്ക് കിട്ടും. ഓരോ പീസ് തിന്നാനാണ് ഇവിടെ കിട്ടും. ഒരു പീസ്. അത് ആരെങ്കിലും പറയും എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ ഓർഡർ ചെയ്തിക്കണേ, എന്നിട്ട് ഇപ്പൊ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യണേ. കാജ ആകെ സെറ്റ് ആയിക്കണേ. ഇപ്പൊ ഓന്റെ ചെലവ് പൈസ ഇല്ലാന്ന് പറയണ്ടേ. പക്ഷെ ഈ നാട്ടുകാർക്ക് മൊത്തം കട കൊടുക്കണ ഒരു വലിയൊരു മനുഷ്യനാണ് ഇത്. റിസർവ് ബാങ്ക് ആണ്. പക്ഷെ ആ പെണ്ണ് കൊള്ളാട്ടോ. ഇതെവിടെയെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് ഗസ്റ്റ് ചെയ്യൂ. ഇനി എന്താ റിസിനൊക്കെ ഒരാള് ഇവന്റെ ഫോണാണ്. ഒരു വണ്ടി വാങ്ങിയാല് ചിലവരുടെ കൂട്ടുകാരന്മാർക്ക് അല്ല ഒരിക്കലും നടക്കൂല കഴിച്ച്. ഞാൻ അങ്ങോട്ട് പറയുകയാണ്, നിങ്ങളൊരു വണ്ടി വാങ്ങിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കണ്ട, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ചെലവ് കൊടുക്കണം. ഒരു ചായ ഒതുക്കരുത്. അത്ര പറയാനല്ലോ. ചില ആൾക്കാരുണ്ട് ചായയിൽ ഒതുക്കും, അങ്ങനെ പാടില്ല. അത് ആരാന്ന് ഞങ്ങൾ ആരും കാണിച്ചു തരുന്നില്ല. തൊട്ട് കാണിച്ചു തരാം. ഞാനുണ്ടല്ലോ ആട്ടുംകാട്ടും കൂടി കൊടുക്കൂല വെറുതെ. ഒന്നും തരില്ല, അണ്ടിപ്പൈപ്പ് കൂടി തരില്ല. അണ്ടിപ്പൈപ്പ് കൂടി തരാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പത്തെ ബില്ല് കൊടുത്താലും പിന്നെ ബില്ലും തരില്ല, അപ്പത്തെ ബില്ലും കൊടുക്കില്ല.